നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാരും എനിക്ക് ചുറ്റുമില്ലേ? എല്ലാരും എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്റെ അവസ്ഥയിൽ എല്ലാരും എന്നോട് സഹതപിക്കുന്നില്ലേ? പിന്നെ എന്തോർത്താ ഞാൻ വിഷമിക്കേണ്ടത്? കൊല്ലാൻ നോക്കിയാലും ചാവില്ലല്ലോ നിങ്ങള്. ഈ കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാലേ എന്നെ കുറ്റപ്പെടുത്താൻ എല്ലാ നാവുകളും പൊന്തും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കൽപ്പന എല്ലാവർക്കും മുന്നിലെ കുറ്റവാളിയാണ്. ഒരു ജന്മം മുഴുവൻ ഇതിനകത്ത് കിടക്കുന്ന എന്നെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ, അമ്മ, അനുജൻ, മുത്തശ്ശി, അങ്ങനെ ആരെങ്കിലും? ഇനി ചെയ്തു പോയതിന്റെ ന്യായീകരണമാണെങ്കിൽ അത് കേട്ടോ. ഞാനേ ഒരു പെണ്ണ, യൗവനം മാറിയിട്ടില്ലാത്തൊരു പെണ്ണ. എന്റെ മനസ്സിനും ശരീരത്തിനും ആവശ്യങ്ങളുണ്ട്. അതൊന്നും സാധിച്ചു തരാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. പറ്റുമോ? എനിക്ക് കിട്ടാവുന്നത് ഞാൻ എത്തിപ്പിടിക്കും. അതില് ദേഷ്യമോ പകയോ തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് മാത്രം മനസ്സിലാക്കിക്കോ. അതെന്തു പറ്റി പ്രിയമോളെ? അതിനിടയിൽ പാചകവും വിളമ്പലും എല്ലാം ഏറ്റെടുത്തിട്ട് പെട്ടെന്ന് മതിയാക്കി. അതുകൊണ്ടല്ല മുത്തശ്ശി, ഇന്ന് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. മതി. പിന്നെ ചേച്ചിക്ക് വല്ലാത്ത നിർബന്ധമാ എല്ലാവർക്കും വിളമ്പി കൊടുക്കണമെന്ന്. നല്ല കാര്യം. രാധികമോളാവുമ്പോ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും. ഏട്ടനെ കഴിക്കാൻ വിളിച്ചില്ലേ? സൂര്യ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അതാ ഞാനിങ്ങോട്ട് പോന്നേ. അതെന്താ വേണ്ടാത്ത? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇതെങ്ങോട്ടായി പോകുന്നേ? സൂര്യ ഇവിടെ മുറിയിലില്ലേ? കുറച്ചു മുൻപ് അവൻ വരുണിനോട് പറഞ്ഞു ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കാൻ. പാവം ഇവിടെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കണ്ട് മരവിച്ചിട്ടുണ്ടാവും. നല്ലതാണെന്ന് എനിക്കും തോന്നി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അമ്മ തനിച്ചു പോയാല് ഏട്ടനെ താഴെ ഇറക്കാൻ പറ്റോ? ഞാനത് ഓർത്തില്ല. ഞാൻ കൂടി പോയിട്ട് വരാം. ഈ വരുൺ, വരുൺ അവിടെ ഇരിക്കെ. സൂര്യ ഇപ്പൊ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് കാണുന്നതാണല്ലോ. എന്തായാലും അമ്മയൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. എവിടെയായിരുന്നു നീ? വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. ഇതെന്താടാ നീ കള്ളന്മാരെ പോലെ തലയും കുനിച്ചിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല.
എന്തു വെച്ചേടാ? ഏയ് എന്താ നീ കരയുന്നേ? അതൊന്നുമില്ല അമ്മേ. നീ കാര്യം എന്താന്ന് പറ മോനെ. ചെറിയൊരു നടുവേദന. അത് വന്നാ അമ്മയ്ക്കറിയാലോ, കുറച്ചു നേരം ഒരു അസ്വസ്ഥതയായിരിക്കും. പക്ഷേ നീ ഇങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നോക്ക് മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചോ? അമ്മ ചുമ്മായിരുന്നേ, എന്നെ ആര് വേദനിപ്പിക്കാന്? അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് വേദനയാ? എല്ലാരും കഴിച്ചോ? ഇല്ല, നിന്നെ കാത്തിരിക്കുക. എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നില്ലമ്മേ. നിങ്ങളെല്ലാരും കഴിക്കേ. എന്നാ അമ്മ ചോറ് ഇങ്ങോട്ട് എടുത്തോണ്ട് വരട്ടെ? വേണ്ടാത്തോണ്ടല്ലേ അമ്മേ? കുറച്ച് കഴിഞ്ഞ് ഞാൻ ചോദിക്കാം, അപ്പൊ തന്നാ മതി. ഡാ, നിന്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. സത്യമായിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ലമ്മേ, ഒരു കുഴപ്പമില്ല. നിങ്ങളെല്ലാരും എനിക്ക് ചുറ്റുമില്ലേ? എല്ലാരും എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്റെ അവസ്ഥയിൽ എല്ലാരും എന്നോട് സഹതപിക്കുന്നില്ലേ? പിന്നെ എന്തോർത്താ ഞാൻ വിഷമിക്കേണ്ടത്? മോനെ, ഭാഗ്യം ഒട്ടുമില്ലെന്നത് ഞാൻ പറയില്ലമ്മേ. ഇതുപോലൊരു കുടുംബം, അച്ഛൻ, അമ്മ, അനുജൻ, അതൊക്കെ വലിയ ഭാഗ്യമല്ലേ? പിന്നെന്ത്, എല്ലാം തെളിഞ്ഞപ്പോ ദൈവത്തിന് തോന്നിക്കാണും ഇവൻ അഹങ്കരിച്ചാലൊന്ന് ഒരു വീഴ്ച വേണ്ടേ? പക്ഷെ അത് വല്ലാത്തൊരു വീഴ്ചയായിപ്പോയി. അത്രേ ഉള്ളൂ. മോനെ, ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മ കരയാൻ നിൽക്കണ്ട. പത്മിനി, അമ്മ ചെല്ല്, ചെല്ല്, മോനെ. ചെല്ലമ്മേ, ചെല്ല്, അങ്ങോട്ട് ചെല്ല്. കുറച്ച് കഴിഞ്ഞ് അമ്മ ചോറെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എനിക്ക് വാരി തന്നാൽ മതി. നിങ്ങളൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.